ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മാസത്തെ ഗിവ് അവേ വിന്നറെ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് രാവിലെയും ഉച്ചക്കൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മക്കൾക്കൊക്കെ പനി ആയതുകൊണ്ട് കഞ്ഞി മാത്രമേ വെച്ചിട്ടുള്ളൂ ഉച്ചക്കൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ കാര്യമായിട്ട് അപ്പോൾ വീഡിയോയിലൊന്നും കാണിക്കാനില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കണത്. അപ്പോൾ ഞാനിത് അവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം പഴുത്ത പഴമാവണം കേട്ടോ. ഞാൻ 3 പഴമൊക്കെ കൊണ്ടുവന്നീനി, പക്ഷേ ഒരു പഴം പഴുപ്പ് ആവണുള്ളൂ. അപ്പോൾ പിന്നെ അത് ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി 2 പഴുത്ത പഴം തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് 4 മണിക്ക് ചായക്ക് കൊടുക്കും ചെയ്യാം, നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു പഴം കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ചെറിയ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ എടുക്കണമെങ്കിൽ എടുക്കാം. ഗോതമ്പ് പൊടി ആകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആവുമല്ലോ. അപ്പോൾ കട്ടിംഗ് ബോർഡ് ഞാൻ അപ്പം തന്നെയാണ് കഴുകി വെച്ചിട്ടോ. കട്ടിംഗ് ബോർഡുമ്പോൾ ചെറിയൊരു മധുരം കണ്ടാൽ മതി, അപ്പോൾ തന്നെ വരും കേട്ടോ നമ്മളെ ഉറുമ്പും കുട്ടന്മാർ. അപ്പോൾ ഇതാ ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മധുരത്തിന് 2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്രയോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതൊരു പാകത്തെ മധുരമാണ് കേട്ടോ. പിന്നെ പഴം നല്ല മധുരം ഉണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക മധുരം. പിന്നെ ഒരു നുള്ളി ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ടൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട ഒഴിവാക്കട്ടോ. മുട്ട ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുട്ടൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കും ചെയ്യാം. അപ്പോൾ ഞാനൊരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. നമ്മൾ ചായ തിളക്കുമ്പോഴത്തേന് കടി റെഡിയായി എന്ന് പറയില്ലേ, അതേപോലെയാണ്. ചായക്ക് വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി, എന്നാൽ തന്നെ എളുപ്പമാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത്. നല്ലോണം ലൂസാവും വേണ്ട, നല്ലോണം കുറുകിയ മാവാവും വേണ്ട. അപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ആ വക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെടുക്കുക. ഇതിക്ക് വേണ്ട കേട്ടോ, ബ്രെഡ് ക്രംസ് ഒന്നും വേണ്ട ഈ ഒരു പലഹാരത്തിന്. ഇനി ബ്രെഡിൻ്റെ നടുക്ക് കട്ട് ചെയ്തിട്ട് ഒരു ബ്രെഡ് കൊണ്ട് 2 സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അപ്പം ഇതേപോലെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ബ്രെഡ് മാവിൽ മുക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്ന് കഴിച്ചാൽ തന്നെ കുട്ടികളെ വയറ് ഫില്ലാവും. പിന്നെ ബ്രെഡ് ആയതുകൊണ്ടേ എളുപ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റണം, അല്ലെങ്കിൽ നല്ലോണം എണ്ണ കുടിക്കും. നമ്മൾ അതിക്ക് പഴമാണല്ലോ ചേർത്തിക്കണത്, പഴവും ബ്രെഡും ഒക്കെ എണ്ണ കുടിക്കുന്ന സംഭവമാണ്. അപ്പം പെട്ടെന്ന് തന്നെ ചൂടുള്ള എണ്ണയ്ക്ക് ഇട്ടിട്ട് എളുപ്പം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ ബ്രെഡിൻ്റെ അരിഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നിങ്ങൾ ഫ്രൈ ചെയ്യാൻ ഓയിലോ വെളിച്ചെണ്ണ എന്താ യൂസ് ചെയ്യൽ വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. വെളിച്ചെണ്ണക്ക് ഇപ്പം തീ കത്തണ വില എന്ന് പറഞ്ഞ പോലെയാണ്, നല്ല റേറ്റല്ലേ വെളിച്ചെണ്ണക്ക്. നമ്മളവിടെയൊക്കെ 280 രൂപ, 280 300ഒക്കെയാണ് കേട്ടോ 1 ലിറ്റർ വെളിച്ചെണ്ണക്ക്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമ്മളെ ബ്രെഡ് ഈ ഒരു മാവിൽ മുക്കിയിട്ട് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓയിലിൽ മുക്കി പൊരിക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ല ഞാനിപ്പോൾ ഇങ്ങനെ ശാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വെന്ത് വന്നാൽ പിന്നെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ എണ്ണയിൽ മുങ്ങി കടന്ന് വേവണം എന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ശാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് എളുപ്പത്തിൽ തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വേഗം കരിയും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനിത് അവിടെ ബ്രെഡൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം എണ്ണയിൽ നിന്ന് കോരി മാറ്റണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണ കുടിക്കണുണ്ട് കേട്ടോ. അത് എണ്ണയിൽ നിന്ന് നമ്മളിത് എടുക്കുന്ന സമയത്തേ തീ ഹൈ ഫ്ലെയിമിലിടണം, എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് എണ്ണ കുടിക്കൂല. അതല്ല നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ വേഗം എണ്ണ കുടിക്കണുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
തീ കൂടിയ കരിയും ചെയ്യും, തീ കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പോൾ അത് നല്ലതൊന്നുമല്ല, എണ്ണ പലഹാരം ആയതുകൊണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ബ്രെഡും പഴവും ഉണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കൊടുക്കും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളെടുത്ത ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 10 ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് നമ്മൾ 10 സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അതേപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കുന്നത് നമ്മൾ റാഗി പത്തിരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ചിക്കൻ കറി നല്ല വറുത്തരച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി റാഗിൻ്റെ അപ്പം ഉണ്ടാക്കാം. അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പത്തിരി ഉണ്ടാക്കണം എന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ വാണ്ടലിയിൽ പരത്തിയിട്ടൊക്കെയാണ് ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയത്. ഏകദേശം ഒരു 2 കപ്പോളം റാഗിപ്പൊടി ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതൊന്ന് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് അടുപ്പത്ത് വെക്കുക. അപ്പോൾ ഇതാ കട്ടകളൊക്കെ ഏകദേശം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാട്ടോ അതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, ഇത്ര മതിട്ടോ വെള്ളം. ഇനി നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക്, മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റാഗിപ്പൊടി കൊണ്ടേ ഇങ്ങനെ പത്തിരിയോ അപ്പം ഒന്നും ചുട്ടാൽ കുട്ടികൾക്ക് വലിയൊരു ഇഷ്ടമല്ല. കുറച്ച് അരിപ്പൊടിയും കൂടിയൊക്കെ കൂട്ടിയാലുള്ളൂ ഒരു കഴിക്കുക. അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടായതുകൊണ്ട് എന്തായാലും കഴിക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കണതും. ഈ റാഗി നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ആ ഒരു ചൊവ കുട്ടികൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല, ഇവിടെ അങ്ങനെയാണ് കേട്ടോ. കുട്ടികൾക്ക് വലിയൊരു ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ ഒരു റാഗിപ്പൊടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു കഴിക്കും ചെയ്യും. ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലുമൊക്കെ വേണേനു കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി അടുപ്പത്ത് വെച്ചാലേ ഇതിനൊരു ഇളക്കാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ആ ഒരു സംഭവം വെച്ച് കൊടുത്തല്ലോ, ആ ഒരു റിങ് വെച്ച് കൊടുത്തില്ലേ, അത് വെച്ചാൽ അങ്ങനെ ചട്ടി അനങ്ങാതെ നിന്നോളൂ കേട്ടോ, നല്ല സേഫായിട്ട് നിന്നോളും. പിന്നെ അത് വെക്കണോണ്ട് വേറെയും ഗുണങ്ങളുണ്ട്. ഗ്യാസ് അധികം വേസ്റ്റായി പോകുകയൊന്നും ചെയ്യൂല. പിന്നെ തീ ഇങ്ങനെ ആളിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല. ആ ചട്ടിൻ്റെ നടുക്ക് തന്നെ കത്തും തീ കേട്ടോ. അപ്പം ഗ്യാസും ലാഭിക്കാം നമുക്ക്. അപ്പോൾ അതാ നമ്മളെ റാഗി ഞാൻ ഇതേപോലെ ഇങ്ങനെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ബലമുള്ള ചട്ട് കൊടുക്കുകയാണ് നല്ലത്. ഞാൻ ആദ്യം നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉപയോഗിക്കുന്ന ഒരു ചട്ടുകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മരത്തിൻ്റെ തവി എടുത്ത് അങ്ങനെ മാവൊക്കെ റെഡിയാക്കിട്ടോ. അപ്പോൾ അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും ഇത്. അപ്പോൾ അത് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും 1 സവാളയും 1 തക്കാളിയും പിന്നെ ഒരു 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ കഴുകി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴുകിയിട്ട് നമുക്കത് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ ഞാൻ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ മൺകലത്തിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് വിറകടുപ്പിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ കൈകൊണ്ട് കുഴച്ച് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം കറിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടുന്നുണ്ട് കേട്ടോ തേങ്ങ വറുക്കണ സമയത്ത്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. അടുപ്പൊക്കെ നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കടന്നിട്ട് വേവട്ടെ. അപ്പോൾ കുറച്ച് കാനുള്ള നല്ലൊരു വറകും കൊള്ളി വെച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ എപ്പോഴും അങ്ങനെ വറക് വെച്ച് കത്തിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അതവിടെ കടന്നിട്ടാവട്ടെ. പിന്നെ നമ്മളെ റാഗി ഞാനിവിടെ പിന്നെ പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റാണ് കേട്ടോ, പ്രത്യേകിച്ച് റാഗിപ്പൊടി ആയതുകൊണ്ടാവും. അപ്പോൾ കയ്യുമ്മ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ കുറച്ച്
വെളിച്ചെണ്ണ ആക്കി കൊടുത്തു കയ്യുമ്മൽ. എന്നിട്ട് ഇങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കൂലേ ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് പത്തിരി ആക്കണം എന്നാണ്. അങ്ങനെ പത്തിരി ആക്കാൻ ഇത് പറ്റിയില്ല കേട്ടോ, കാരണം ചെറുതായിട്ടൊരു ഒട്ടലുണ്ട് ഇതിന്. അപ്പോൾ നമ്മളിത് പൊടിയിട്ട് പരത്തിയെടുത്താലേ ചിലപ്പോൾ ഒട്ടും, എന്താ എനിക്കങ്ങനെ തോന്നിട്ടോ. പിന്നെ ഞാൻ പരത്തിയെടുക്കാനൊന്നും നിന്നില്ല. അത് നല്ല സോഫ്റ്റാണ്. പിന്നെ പ്രസ്സിലിട്ടിട്ട് നമ്മൾ അമർത്താണെങ്കിൽ എണ്ണ തടവി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ചിലപ്പോൾ ഒട്ടും. അപ്പം വെറുതെ കുറേ പണിയെടുക്കണ്ടല്ലോ. പിന്നെ ബാങ്ക് കൊടുക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് സമയം. അപ്പം ഞാൻ പിന്നെ ഒരു വാഴൻ്റെ ഇല വെട്ടിക്കൊണ്ടുവന്നിട്ടേ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഇല ഒന്ന് കഴുകിയിട്ട് അതിക്ക് കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് അതേപോലെ അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വാഴൻ്റെ ഇല അതിൻ്റെ മേലേക്കും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതേപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് അങ്ങോട്ട് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണിത് ഈസി ആയിട്ട് തോന്നിയത്. പരത്തിയെടുത്താൽ എന്തായാലും റെഡി ആവില്ല, പൊട്ടലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. ഇതാവുമ്പോൾ ഈസി ആണേനും പിന്നെ കുറേ വാഴൻ്റെലയും വേണ്ട. ഈ 2 വാഴൻ്റെലിൻ്റെ കഷ്ണം തന്നെ മതി കേട്ടോ, നമുക്ക് കയ്യിൽ തന്നെ എടുക്കാൻ കിട്ടും. പിന്നെ അങ്ങനെ ചട്ടി ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് നമുക്ക് ഇതേപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർക്കാഞ്ഞത്. അല്ലെങ്കിൽ ഇതേപോലെ ആട പോലെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് തേങ്ങ ചേർക്കും കൂടിയാണെങ്കിൽ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ കട്ടൻ ചായൻ്റെയൊക്കെ കൂടെ അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഏതായാലും കറി ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ കുട്ടികൾ കഴിക്കും ചെയ്യും. ഇതിന് വലിയ പണിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ ബോൾസാക്കി എടുത്തത് വാഴൻ്റെലിയിൽ വെച്ച് കൊടുക്കുക, മേലെ ഒരു വാഴൻ്റെല വെച്ച് കൊടുക്കുക, പിന്നെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ വലിയ പണിയില്ലല്ലോ. അപ്പോൾ ഇത് പരത്തലും ചുടലും ഒക്കെ ഒപ്പം തന്നെ കഴിഞ്ഞും ചെയ്തോളും. ഈ മാവ് നല്ലോണം വെന്തതാണ്, നമ്മൾ നല്ലോണം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തതാണ്. എന്നാലും അപ്പം ഒന്ന് നല്ലോണം തിരിച്ചു മറിച്ചിട്ട് വേവിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ എന്താ പറയുക, ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ മേലെ കൂടെ നെയ്യൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നെയ്യോ വെളിച്ചെണ്ണയൊക്കെ ആക്കി കൊടുക്കണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ മാവ് കുഴച്ചെടുത്തപ്പോൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ ജീരകം ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി ഒരു 5-6 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഇതിലിട്ടൊന്ന് വറുത്തെടുക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കൻ കറിക്ക്. പിന്നെ ഞാൻ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 ചെറിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്നിങ്ങോട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒക്കെ കൂടെ ഒന്ന് വറുത്തെടുക്കാം. വേണമെങ്കിൽ ഒരു സമയത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കണമെങ്കിൽ ചേർക്കുക. ഞാനാണെങ്കിൽ മറന്നു പോയതാട്ടോ. അപ്പം നിങ്ങൾക്കറിയാലോ ഞാൻ മറവിൻ്റെ ഒരു ആസാമിയാണ് കേട്ടോ. പിന്നെയാണ് എനിക്ക് തോന്നിയത് ഇഞ്ചി ചേർത്തിട്ടില്ലല്ലോ. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത് ഒക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാട്ടോ തേങ്ങയൊക്കെ അതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി തേങ്ങയൊക്കെ കുറച്ചൊക്കെ വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണ്ടേ, അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്കിതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു കറി പത്തിരിക്കും അതേപോലെ തന്നെ നൂൽപുട്ടിനും ചപ്പാത്തിക്ക് അതേപോലെ പൊറോട്ടക്ക് അങ്ങനത്തേനൊക്കെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചോറിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ചോറിന് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ തേങ്ങ അരക്കാത്ത കറിയാണ് ഉണ്ടാക്കൽ. തേങ്ങ വറുത്തരച്ച കറി ആകുമ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാക്കൽ. ഇപ്പോൾ നമ്മൾ റാഗി പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പൈക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഇപ്പം വറവായിട്ടുണ്ട്. തേങ്ങ വറവാകുമ്പോൾ നമുക്ക് തന്നെ അറിയാം നല്ല സ്മെല്ല് വരും. തേങ്ങ വറുക്കണ ആ ഒരു സ്മെല്ല് വരുമ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു പാനൊക്കെ നല്ല കട്ടിയുള്ള പാനാണ് കേട്ടോ. അപ്പം ചെറിയ തീയിലിട്ടിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ വേഗം കരിയും. ഇതൊന്നും ഇങ്ങോട്ട് ചൂടാറി വരട്ടെ. ചൂടാറിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുക്കാം. നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്
ചില ആൾക്കാർ ഇതേപോലെ ഉണ്ടാക്കുന്നത് തന്നെയാവും. അണ്ടിപ്പരിപ്പും അതേപോലെ ബദാം ഉണ്ടെങ്കിൽ ബദാമും ഇട്ട് കൊടുക്കട്ടോ. ഒരു 3-4 ബദാം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. എൻ്റെ അടുത്ത് ബദാം ഇല്ലേ, ഇനി ബദാം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ വറുത്തരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ജാറൊന്ന് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഞാൻ പിന്നെ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ മഴയാണ്. വീഡിയോ എടുത്തപ്പോൾ അത്ര മഴയില്ല, പക്ഷേ വോയിസ് കൊടുക്കുന്ന സമയത്ത് പെരും മഴയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വോയിസ് കേൾക്കുമ്പോൾ ഒരു പെരപ്പെര സൗണ്ടൊക്കെ ഉണ്ടാവും, അത് മഴൻ്റെ ആണ് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. എന്നിട്ടൊന്ന് തൂമിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ കറിയിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിനി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നല്ലോണം തിളച്ചതിന് ശേഷം അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ ഇവിടെ ഗ്യാസുമ്മേലൊരു ചട്ടിയിൽ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് മൂപ്പിച്ചിട്ട് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി തൂമിച്ചിട്ടോ. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ കറി തൂമിച്ച് അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. ഒന്ന് അടച്ച് വെക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കറിക്ക് നല്ലോണം അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇറങ്ങും. ആ വെളിച്ചെണ്ണൻ്റെയും കറിവേപ്പിൻ്റെ ഇലൻ്റെയും ചെറിയ ഉള്ളിൻ്റെയൊക്കെ ആ ഒരു കറക്റ്റ് ആ സ്മെല്ലും ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ കറിക്ക് നല്ലോണം ഇറങ്ങും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നേരെ മറിച്ച് നമ്മളിത് അടച്ചു വെക്കാതെ അങ്ങനെ തുറന്ന് വെച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്മെല്ലൊക്കെ പുറത്തേക്കാണ് പോവുക. അപ്പോൾ അതൊക്കെ ഞാൻ ഉമ്മ ചെയ്യണത് കണ്ടാണ്ട് അങ്ങനെ പഠിച്ചതാണ് കേട്ടോ. ഉമ്മ പറയാം അങ്ങനെ കറി തൂമിച്ച് അപ്പം തന്നെ അടച്ചേക്കണം, എന്നാലേ അതിക്ക് ശരിക്ക് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുള്ളൂ പറയും. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കറി ആയി. പിന്നെ നമ്മളെ പത്തിരി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. പത്തിരി അട എന്നൊക്കെ പറയല്ലേ ഇതിന്. എന്തായാലും ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം എൻ്റെ മക്കൾക്ക് പറ്റലില്ല കേട്ടോ അങ്ങനത്തെ അപ്പൊന്നും ഉണ്ടാക്കിയാൽ. അപ്പം ഇന്ന് ഈ ഒരു വറുത്തരച്ച ചിക്കൻ കറി ഇതുമായപ്പം ഒരു വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടും ചെയ്ത് ഒരു പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഉമ്മച്ചി എന്നുള്ളത്. അപ്പം ഇനി റാഗിപ്പൊടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു കഴിച്ചോളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റിയാണെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കും ചെയ്യരുത്. അങ്ങനെ ബാങ്ക് കൊടുക്കാനായപ്പോഴത്തേന് ഫുഡൊക്കെ ആയിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിതാ 2 അപ്പമൊക്കെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമ്മൾ ഐഫ് കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ കമൻറ്റ് ബോക്സിൽ കൂട്ടുകാർ ചോദിച്ചിനി കുട്ടികളെ പനിയൊക്കെ കുറവുണ്ടോയെന്ന്. കുട്ടികളെ പനിയൊക്കെ കുറവുണ്ട് കേട്ടോ, ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിനി. മഞ്ജുമോൾക്ക് പിന്നെ പനിയല്ല, പല്ലുവേദനയാണ്. അപ്പം ഓളിൻ ഡോക്ടറൊക്കെ കാണിച്ചിട്ടുണ്ടേനി. അപ്പം കുഴപ്പമൊന്നുമില്ല, അപ്പോൾ എല്ലാവർക്കും കുറവുണ്ട്. അപ്പോൾ ഇത് വിളമ്പി കൊടുത്തിട്ട് പിന്നെ നമ്മളെ ഗിവ് അവേ വിന്നർ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ അല്ല 2 ദിവസം മുന്നേ പറഞ്ഞിന് ശനിയാഴ്ചത്തെ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടെന്നൊക്കെ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ അല്ലേ തന്നെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ ഇന്നലെ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നൊക്കെ ആക്കിയത്. അപ്പോൾ ഇനി ഗിഫ്റ്റ് കിട്ടാത്തവരൊന്നും വിഷമിക്കണ്ട, എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ ഇക്കാരം നമ്മളെ ഗിവ് അവേ. അപ്പോൾ ഞാൻ YT സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. YT സ്റ്റുഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും നിങ്ങൾ ആരൊക്കെയാണോ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കുറച്ച് കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ടോപ്പ് കമൻറ്റിൽ വന്നിട്ടുള്ളത് ഷെരീഫ ലത്തീഫ്, അതേപോലെ തന്നെ മറുവ സഫീന. ഇത് നമ്മളെ കഴിഞ്ഞ വിന്നറാണ് കേട്ടോ. കഴിഞ്ഞ മാസത്തെ വിന്നറാണ് മറുവ സഫീന. പിന്നെ സെൽമ എന്നുള്ളൊരു ID നിന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ടോപ്പ് കമൻറ്റിൽ ഈ ആഴ്ചയിൽ ടോപ്പ് കമൻറ്റ് തന്ന ആളെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഫൗസിയ ഉമറൊക്കെ നമ്മൾ കൊടുത്തതാണ് ഗിഫ്റ്റ്. ആരിഫ അമീന്, ഇതാ ഷെരീഫ ലത്തീഫ് 555 കമൻറ്റാണ് കേട്ടോ ഈ ഒരാഴ്ച തന്നിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെയാണ് മറുവ സഫീന, അത് കഴിഞ്ഞ വിന്നറാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നറുക്കെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു സെൽമ, ഷെരീഫ ലത്തീഫ് ഇവരാണ് ടോപ്പ് കമൻറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഷെരീഫത്തെ 555 പിന്നെ കമൻറ്റാണ് ഈ ഒരാഴ്ചയിൽ തന്നിട്ടുള്ളത്. അതേപോലെ സെൽമ ടോപ്പ് കമൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഇതാ ഇതിൻ്റെ മേലെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 107 കേട്ടോ സെൽമ എന്നുള്ള ID ന്ന് കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ ഷെരീഫ ലത്തീഫ് ഇത്താക്കാണ് ഇപ്രാവശ്യത്തെ ഗിവ് അവേ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത്. അപ്പം 555 കമൻറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ലൈവായിട്ട് ഞാൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും.
അപ്പോൾ ഈ ഒരു ടോപ്പ് കമൻറ്റിൽ വരുന്ന എല്ലാവർക്കും ഇതേപോലെ നമ്മൾ എല്ലാ മാസവും ഗിഫ്റ്റ് കൊടുക്കണതല്ലേ, അപ്പം ഓരോരുത്തരെ നോക്കിയിട്ട് ഞാൻ എല്ലാവർക്കും ഗിഫ്റ്റ് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.